കുന്നോത്തുപറമ്പ് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ അതിർത്തിയായ തൂവക്കുന്നിൽ എലിസിയം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച എലിസിയം മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലൈബ്രറി റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ ഈ അടുത്ത മെയ് 5-ാം തീയതി ഒരു മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ കായിക മന്ത്രിയായ ബി അബ്ദുൾ റഹ്മാനാണ്. നമ്മുടെ MLA KP മോഹൻ അവറുകളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം എലീസിയത്തിൻ്റെ വാർഷികം 3, 4, 5 തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് നിരവധി അനുബന്ധ പരിപാടികൾ ആ പ്രദേശത്തും ഉള്ള ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടും മറ്റ് രീതിയിൽ കായിക പരിപാടികൾ നടത്തിക്കൊണ്ടും KP മോഹൻ MLA അധ്യക്ഷത വഹിക്കും. എലിസിയം വനിതാ യുവജന ബാലവേദികൾ ഒരുമിക്കുന്ന വിവിധ കലാപരിപാടികളും സൗപർണിക അത്താഴക്കുന്ന് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും അരങ്ങേറും. ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക പരിപാടി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ ഉദ്ഘാടനം ചെയ്യും. പവിത്രൻ മുഖേരി അധ്യക്ഷത വഹിക്കും. VK സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തും. വിവിധ കലാപരിപാടികളും അനിൽദാസ് നയിക്കുന്ന ഗസൽ സന്ധിയും അരങ്ങേറും. ചിത്ര പ്രദർശനം ആർട്ടിസ്റ്റ് VTK അശോകൻ ഉദ്ഘാടനം ചെയ്യും. മഠത്തിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകരായ AP ഭാസ്കരൻ, TN രാംദാസ്, M സ്നേഹസുധ, C സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്നത്തെ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയ ഒരു സംരംഭമാണ് എലീസിയം എന്നത്. അന്നത് കായിക വേദി ആയിരുന്നു. എലീസിയം എന്ന വാക്ക് ഒരു ഗ്രീക്ക് പദമാണ്. അതിന് സ്വർഗം എന്നും സ്വർഗ കവാടത്തിലെ വിശുദ്ധന്മാരുടെ ഇരിപ്പിടം എന്നൊക്കെ അതിന് അർത്ഥം. അക്കാലത്ത് തന്നെ നൂറ്റാണ്ട് മുമ്പ് തന്നെ തോക്കുന്ന് പ്രദേശത്തിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും വ്യത്യസ്തമായ പല പരിപാടികൾ അന്നത്തെ ആ സാമൂഹ്യ പ്രവർത്തകർ നടത്തി വന്നിരുന്നു. കുട്ടികൾക്ക് സൗജന്യ ഏറ്റവും സുസജ്ജമായ ഒരു വനിതാ വേദി അവിടെ എപ്പോഴും ശക്തമായ ഒരു വനിതാ വേദി അവിടെ നിലനിൽക്കുന്നുണ്ട് ഇന്നും ആ ലൈബ്രറിക്ക് വേണ്ടി, ആ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അനുബന്ധ പരിപാടികളിൽ വനിതാ സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വൻ വിജയമായി തീർന്നിരുന്നു. വനിതകളുടെ നല്ല കൂട്ടായ്മ. സമഗ്ര ന്യൂസ് പാനൂർ.